ഈ വീഡിയോയിൽ നമുക്ക് സുനിലിനെ പരിചയപ്പെടാം. 45 വയസ്സാണ്. സുനിലിന് കുറേ നല്ല ശീലങ്ങളുണ്ട്. അതിലൊരെണ്ണം എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പോക്കറ്റിൽ നിന്നും ഒരു വലിയ 60,000 യൂണിറ്റിന്റെ വൈറ്റമിൻ ഡി സാഷെ പൊന്തിച്ച് കാണിച്ചു തന്നു. സുനിലിന് മുമ്പേ ഒരു ഡോക്ടർ വൈറ്റമിൻ ഡി കുറവായതുകൊണ്ട് എഴുതി കൊടുത്തിട്ടുള്ള സാഷെ ആയിരുന്നുണ്ട്. സുനിൽ പക്ഷേ അന്ന് മുതൽ വൈറ്റമിൻ ഡി കുറഞ്ഞു പോവാതിരിക്കാൻ ഓർമ്മ വരുന്ന സമയത്ത് ഇടയ്ക്കൊരെണ്ണം കഴിക്കും. ചിലപ്പോൾ മാസത്തിൽ 1-2 വെച്ച് കഴിക്കും. ചിലപ്പോൾ ആഴ്ചക്ക് കഴിക്കും. പക്ഷേ ഒറ്റ പ്രശ്നമുള്ളൂ. ഡോക്ടറോട് ചോദിച്ചിട്ടല്ല വൈറ്റമിൻ ഡി ഇതേപോലെ 60,000 യൂണിറ്റിൻ്റെത് സുനിൽ കഴിഞ്ഞ 2 വർഷമായി കഴിച്ചുകൊണ്ടിരിക്കുന്നതും. പോരാത്തതിന് വൈറ്റമിൻ ഡിന്റെ അളവ് നോക്കാനുള്ള ടെസ്റ്റും ചെയ്തിട്ടില്ല. സുനിലിന്റെ വിചാരം സുനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല ശീലങ്ങളിൽ ഒരെണ്ണം കൂടിയാണ് ഇങ്ങനെ വൈറ്റമിൻ ഡി ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതെന്നാണ്. പക്ഷെ സുനിൽ മനസ്സിലാക്കാത്തത് വൈറ്റമിൻ ഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന അധികം ആൾക്കാരും വരുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ് സുനിൽ കഴിഞ്ഞ 2 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. 60,000 ഇന്റർനാഷണൽ യൂണിറ്റ്സിന്റെ വൈറ്റമിൻ ഡി ടെസ്റ്റ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് ചിലപ്പോൾ ഗുണത്തിനേക്കാളും കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത വൈറ്റമിൻ ഡി ഡോസ് എടുക്കുന്നതിന് മുമ്പേ വൈറ്റമിൻ ഡി കൃത്യമായിട്ടും എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ടു ഡോക്ടർ എന്നതാണ്. ആദ്യം നമുക്ക് വേഗത്തിൽ വൈറ്റമിൻ ഡിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളുടെ ശരീരത്തിൽ എത്തുന്ന കാൽഷ്യത്തിനെ ആഗിരണം ചെയ്ത് രക്തത്തിലേക്ക് എത്തിക്കണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം. ഇങ്ങനെ കാൽഷ്യം അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നടന്നാലേ ബോൺസും ജോയിൻസും ഒക്കെ സ്ട്രോങ് ആവുകയുള്ളൂ. നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാനും മസിൽസിനെ ഒന്ന് സ്ട്രോങ് ആക്കാനും നമ്മളുടെ മൂഡ് ചേഞ്ചസിൽ പോലും വൈറ്റമിൻ ഡിന് ഒരു റോളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സൂര്യപ്രകാശം സ്കിന്നിൽ തട്ടണം. അത് കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ടാണ് കേരളത്തിൽ പോലും അധികം ആൾക്കാർക്കും വൈറ്റമിൻ ഡിന്റെ അളവ് കുറഞ്ഞു പോകുന്നത്. ഇപ്പോഴത്തെ മോഡേൺ ലൈഫ് സ്റ്റൈലിൽ അധികം ആൾക്കാരും ജോലി ചെയ്യുന്നത് ഒരു റൂമിൻ്റെ അകത്താണ്. പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. അധികം ആൾക്കാരും സൺസ്ക്രീൻസ് യൂസ് ചെയ്യും. സൺ എക്സ്പോഷർ എന്ന് പറയുന്ന സംഭവം അധികം ആൾക്കാർക്കും കിട്ടുന്നില്ല. സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കുന്ന വൈറ്റമിൻ ഡിന് ആക്ച്വലി സൺഷൈൻ വേണം. പക്ഷെ അതേ സൺഷൈൻ നമുക്ക് അധികം ആൾക്കാർക്കും കിട്ടാത്തതുകൊണ്ടാണ് വൈറ്റമിൻ ഡിയുടെ അളവ് അധികം ആൾക്കാർക്കും കുറഞ്ഞു പോകുന്നത്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അധികം ആൾക്കാരും ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും കാണിക്കാതെയും വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ് വാങ്ങിച്ച് കഴിക്കുന്നത്. പക്ഷെ ഇത് തന്നെയാണ് അധികം ആൾക്കാർക്കും സുനിലിന് പറ്റിയതുപോലത്തെ മിസ്റ്റേക്സ് ഉണ്ടാക്കാനും ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത്. വൈറ്റമിൻ ഡി പല അളവിലും പല ഡോസിലും അവൈലബിൾ ആണ്. അധികം ആൾക്കാരും കഴിക്കുന്നത് 60,000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് അടങ്ങിയിട്ടുള്ള സോഫ്റ്റ് ജെൽസോ സാഷയോ ഗ്രാന്യൂൾസോ ആയിരിക്കും. ഈ ഡോസിൽ വരുന്ന വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഹൈ ഡോസ് തെറാപ്പിയാണ്. കൃത്യമായിട്ടുള്ള മെഡിക്കൽ കണ്ടീഷനാണ് നമ്മൾ ഇങ്ങനത്തെ ഡോസിലുള്ള വൈറ്റമിൻ ഡി ഉപയോഗിക്കുന്നത്. ആ മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി കണ്ടുപിടിക്കുന്നതാണ്. ഒരു ഡോക്ടറാണ് വൈറ്റമിൻ ഡി എത്ര ഡോസിൽ എത്ര കാലത്തേക്ക് കഴിക്കണം എന്നുള്ളത് എഴുതി തരേണ്ടത്. ആ ഒരു ഡ്യൂറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി നിർത്തേണ്ടതുമാണ്. ഈ 60,000ന്റെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി എടുത്ത് പോകാനുള്ളതല്ല. 6 ആഴ്ചത്തേക്കാണ് നിങ്ങളുടെ ഡോക്ടർ എഴുതിയിട്ടുണ്ടെങ്കിൽ 6 ആഴ്ച കഴിഞ്ഞ് നിർത്തണം. ആക്ച്വലി അതിനുശേഷം വൈറ്റമിൻ ഡി ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. എന്നിട്ട് 60,000 എന്നുള്ളത് ഡോസ് കുറച്ച് കൊണ്ടുവരികയാണ് പിന്നീട് ചെയ്യുന്നത്. അത് ചിലപ്പം 20,000ലേക്ക് കുറയ്ക്കും, ചിലപ്പോൾ 10,000ലേക്ക് കുറയ്ക്കും, ചിലപ്പോൾ 6,000ലേക്കും കുറയ്ക്കും. ഇങ്ങനെ ഹൈ ഡോസിലുള്ള വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന ടൂളാണ്, ഒരു ശീലമാക്കാനുള്ള സപ്ലിമെന്റ് അല്ല. പക്ഷെ അധികം ആൾക്കാരും വൈറ്റമിൻ ഡി മുമ്പേ കഴിച്ചിട്ടുണ്ടെങ്കിൽ 2 കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് ആണ് വരുത്താറ്. അതിൽ ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫ്ലഡ് ആൻഡ് ഫോർഗെറ്റ് ആണ്. അധികം ആൾക്കാരും വീണ്ടും വീണ്ടും ഈ വില കൂടിയ വൈറ്റമിൻ ഡിന്റെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് പകരം ഹൈ ഡോസിലുള്ള വൈറ്റമിൻ ഡി ഒരിക്കൽ കഴിക്കും, പിന്നെ കുറേ മാസത്തേക്ക് ചിലപ്പോൾ 1 വർഷത്തേക്കൊന്നും കഴിക്കാതിരിക്കും. വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സോളബിൾ വൈറ്റമിൻ ആയതുകൊണ്ട് ഇവർ വൈറ്റമിൻ ഡി ഇത്രയും ഹൈ ഡോസിൽ കഴിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ലെവൽ ബ്ലഡിൽ കൂടി വരും. പക്ഷെ അത് പിന്നീട് മെല്ലെ മെല്ലെ 2-3 മാസം കൊണ്ട് കുറഞ്ഞു വരിക തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡിൻ്റെ അളവ് രക്തത്തിൽ കൂടി കുറഞ്ഞ് പിന്നെയും കൂടി പിന്നെയും കുറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ശരീരത്തിന് കൃത്യമായ അളവിൽ എല്ലാ ദിവസവും വൈറ്റമിൻ ഡി കിട്ടുന്നില്ല. ഇതിനേക്കാളും വലിയൊരു മിസ്റ്റേക്കാണ് രണ്ടാമത്തത്. ഇവിടെ ഹൈ ഡോസിലുള്ള വൈറ്റമിൻ ഡി അധികം ആൾക്കാരും ആഴ്ചയിൽ കഴിക്കുന്നത് നിർത്താറില്ല. ചിലപ്പോൾ അവർ ആഴ്ചയിൽ കഴിക്കുന്നത് 2 ആഴ്ച കൂടുമ്പോൾ ആക്കി മാറ്റും, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ വെച്ചിട്ട് എല്ലാ മാസവും കഴിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കൽ പോലും വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. കാരണം വൈറ്റമിൻ ഡി ഫാറ്റ് സോളിബിൾ ആയതുകൊണ്ട് അത് ശരീരത്തിൽ നിന്നും പെട്ടെന്ന് പുറത്തേക്ക് പോവില്ല, ശരീരത്തിൽ സ്റ്റോർഡ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിലും കൂടുതലുള്ള ഡോസിൽ വൈറ്റമിൻ ഡി ശരീരത്തിലേക്ക് എത്തുന്നതിനനുസരിച്ച് അതും കുറേ കാലം ഇങ്ങനെ തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോക്സിക് ഡോസിലേക്കാണ് അവസാനം ചെന്നെത്തുന്നത്. ഇങ്ങനെ വൈറ്റമിൻ ഡിൻ്റെ അളവ് കൂടി നിൽക്കുന്നതിനനുസരിച്ച് അത് പിന്നീട് കാൽഷ്യത്തിൻ്റെ ലെവലും രക്തത്തിൽ കൂട്ടിക്കൊണ്ടുവരും. ഇതിനെയാണ് ഹൈപ്പർ കാൽഷ്യമia എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും അധികം ആൾക്കാർക്കും പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവും.
നോസിയ ഉണ്ടാവും, ടയർഡ്നെസ് ഉണ്ടാവും, ചിലർക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും തുടങ്ങാം. അതുകൊണ്ട് ഹൈ ഡോസിലുള്ള വൈറ്റമിൻ ഡി സ്ഥിരമായി കഴിക്കുന്നത് ഒരു നല്ല ശീലമല്ല. അത് മറ്റു തരത്തിലുള്ള വൈറ്റമിൻസിന് ചിലപ്പോൾ ആപ്ലിക്കബിൾ ആവാം, പക്ഷെ വൈറ്റമിൻ ഡിന് അങ്ങനെയല്ല. ഇനിയും മിസ്റ്റേക്സ് ഒക്കെ എങ്ങനെയാണ് തിരുത്തേണ്ടതെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ നമ്മൾ പ്രകൃതിയെ കുറിച്ച് ആലോചിച്ചാൽ മതി. നമുക്ക് കിട്ടുന്ന സൺഷൈൻ എന്ന് പറയുന്നത് മാസത്തിൽ ഒരിക്കൽ ഒരു വലിയ ഡോസിൽ വലിയ അളവിലല്ലല്ലോ. അതിന് പകരം എല്ലാ ദിവസവും ചെറിയ അളവിൽ നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന സ്പൈക്സ് ഒഴിവാക്കാനും ഇതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ വീട്ടിൽ ഗാർഡൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ചെടികൾക്ക് വല്ലപ്പോഴും എപ്പോഴെങ്കിലും മാസത്തിൽ 1-2 ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും കുറച്ച് വെള്ളം കൊടുക്കുന്നതായിരിക്കും അധിക ചെടികൾക്കും വളരാൻ ആവശ്യമുള്ളത്. മാസത്തിൽ ഒരിക്കൽ മാത്രം കുറേ വെള്ളം ഒരു ചെടിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെടി വളരാനൊന്നും പോകുന്നില്ല, അത് വാടി പോവുക മാത്രമേ ചെയ്യുള്ളൂ. ഇതേപോലെ തന്നെയാണ് വൈറ്റമിൻ ഡിന്റെ കാര്യം. അതുകൊണ്ട് സുനിൽ എന്താണ് ചെയ്യേണ്ടത്? 2 കൃത്യമായിട്ടുള്ള വഴികളുണ്ട്. സുനിലിന് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിന്റെ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് ടയർഡ്നെസ്സോ എല്ലുകളിലും സന്ധികളിലൊക്കെ വേദന അല്ലെങ്കിൽ മസിൽ പെയിൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇത്രയും ഹൈ ഡോസിലുള്ള വൈറ്റമിൻ ഡി സാഷേ എടുക്കുന്നതിന് പകരം ഒരു ഡോക്ടറെ കാണിച്ച് സിമ്പിൾ ആയിട്ടുള്ള വൈറ്റമിൻ ഡിന്റെ ടെസ്റ്റ് ചെയ്ത് ഇത് കുറവാണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ എഴുതി തരുന്ന രീതിയിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എഴുതി തരുന്ന സമയത്തേക്ക് കഴിക്കുക. കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊന്നുമില്ല, നിങ്ങൾ റീസെൻ്റ്ലി വൈറ്റമിൻ ഡിൻ്റെ അളവ് നോക്കിയതാണ്, അത് നോർമൽ റേഞ്ചിൽ തന്നെയാണ്, നിങ്ങൾ ആരോഗ്യവാനായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഡിൻ്റെ അളവ് കുറഞ്ഞു പോവാതെ എപ്പോഴും ഒന്ന് ടോപ്പപ്പ് ചെയ്ത് നിലനിർത്താൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ളത് സ്റ്റഡി ആയിട്ട് പക്ഷേ കുറഞ്ഞ ഡോസിലുള്ള വൈറ്റമിൻ ഡി ആണ്. ഏകദേശം വൈറ്റമിൻ ഡി കിട്ടുന്നതിൻ്റെ റെക്കമെൻഡഡ് ഡോസിൻ്റെ അളവിൻ്റെ അടുത്തായിരിക്കണം. ഈ ചെറിയ ഡോസിൽ വൈറ്റമിൻ ഡി കഴിക്കുമ്പോൾ 2 ടിപ്സും കൂടിയും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇത് കഴിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ കൂടെ, പ്രത്യേകിച്ചും ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ കൂടെ എടുക്കുന്നതാണ് നല്ലത്. വൈറ്റമിൻ ഡിനോടൊപ്പം വൈറ്റമിൻ K2 കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ കുറച്ചും കൂടി എളുപ്പത്തിൽ നടക്കും. വൈറ്റമിൻ K2ൻ്റെ കൂടെയാണ് വൈറ്റമിൻ ഡി എടുക്കുന്നതെങ്കിൽ കാൽഷ്യത്തിനെ ഡയറക്റ്റ്ലി ബോണിലേക്കാണ് അബ്സോർബ് ചെയ്യാൻ അത് സഹായിക്കുന്നത്, മറിച്ച് രക്തത്തിലേക്കല്ല. ഇതിനു വേണ്ടിയിട്ടാണ് ഡോഫുഡി സ്റ്റോറിൽ ഇപ്പോൾ വെൽബീയിങ് ന്യൂട്രീഷൻ്റെ ഡെയിലി വൈറ്റമിൻ D3 മെൽസ് സ്റ്റോർ ചെയ്യുന്നത്. ഈ ഒരു വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഡെയിലി സ്റ്റഡി ആയിട്ട് വൈറ്റമിൻ ഡി കുറഞ്ഞ അളവിൽ ശരീരത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ ഒരു ബോക്സിലുള്ള ഓരോ ഓറൽ സ്ട്രിപ്സിലും വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നത് 600 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ്. സെൻസിബിളായി നമ്മളുടെ ബോഡിക്ക് ആവശ്യമുള്ള മിനിമം ഡോസ് ആണത്, ഒരു മെഗാ ഡോസ് അല്ല. ഇത് പ്ലാൻ ബേസ്ഡ് ആണ്, ലൈക്കനിൽ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്. പോരാത്തതിന് ഇതിൽ വൈറ്റമിൻ D3യുടെ കൂടെ വൈറ്റമിൻ K2 അടങ്ങിയിട്ടുണ്ട്. മെൽസ് എന്ന് പറഞ്ഞാൽ അത് ഗുളികകളല്ല, ഓറൽ സ്ട്രിപ്പാണ്. നാവിൽ വെച്ചാൽ അത് അലിഞ്ഞു പോകുന്നതാണ്, വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഡെയിലി വൈറ്റമിൻ ഡി എടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു മികച്ച എക്സാമ്പിളും കൂടിയാണ് ഈ വൈറ്റമിൻ ഡി മെൽസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡോസിലുള്ള വൈറ്റമിൻ ഡി അപ്പോൾ ആർക്കൊക്കെയാണ് ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഏതൊരു അഡൽട്ടിനും ഇതെടുക്കാം. പ്രഗ്നന്റ് ലേഡീസിനും ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിനും കുട്ടികൾക്കും പറ്റിയിട്ടുള്ളതല്ല. നിങ്ങളുടെ വൈറ്റമിൻ ഡിന്റെ ലെവൽ ടോപ്പ് അപ്പ് ചെയ്ത് നിലനിർത്താനും അത് കുറഞ്ഞു പോകാതിരിക്കാനും ഇത്തരത്തിലുള്ള വൈറ്റമിൻ ഡി 600 ഇന്റർനാഷണൽ യൂണിറ്റ്സിന്റെ ഡോസ് ധാരാളം മതിയോ. നിങ്ങൾ കൂടുതൽ സമയം ഇൻഡോർ ആണ് വർക്ക് ചെയ്യുന്നത്, സൺലൈറ്റ് നിങ്ങളുടെ സ്കിന്നിൽ തട്ടുന്നത് കുറവാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു നല്ല ശീലം ഈ ഡോസിൽ വൈറ്റമിൻ ഡി എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ കാൽഷ്യം കൂടുതലാണെന്ന് മുമ്പേ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിന് മുമ്പേ ഡോക്ടേഴ്സുമായി തീർച്ചയായിട്ടും ചർച്ചയും ചെയ്യണം. ഇതൊന്നും ചെയ്യുന്നതിന് പകരം വല്ലപ്പോഴും എപ്പോഴെങ്കിലും മാസത്തിലൊക്കെ ഓരോ വൈറ്റമിൻ ഡിൻ്റെ 60,000 യൂണിറ്റ്സിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുത്ത് പിന്നീട് ടെസ്റ്റ് ചെയ്യാതെ ഇരിക്കുകയല്ല വേണ്ടത്. സുനിൽ അവസാനം ഇത് തന്നെയാണ് ചെയ്തത്. വല്ലപ്പോഴും വൈറ്റമിൻ ഡിൻ്റെ ഹൈ ഡോസ് എടുക്കുന്നതിന് പകരം ഡെയിലി വൈറ്റമിൻ ഡിൻ്റെ 600 ഇന്റർനാഷണൽ യൂണിറ്റ്സ് എടുക്കാൻ തുടങ്ങി. ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം വർഷത്തിലൊരിക്കൽ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യണം തുടങ്ങി. നിങ്ങളും അത് തന്നെയാണ് ചെയ്യേണ്ടത്. വൈറ്റമിൻ ഡിയുടെ അളവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ സമീപിക്കുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നോർമൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതുപോലത്തെ പ്രൊഡക്ട്സ് നിങ്ങൾക്കും സ്റ്റാർട്ട് ചെയ്യാം. ഈ വൈറ്റമിൻ ഡി മെൽസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും പിന്നീട് കമൻറ്റിലും കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.